നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. നെയ്മർ ജൂനിയർ വരും ദിനങ്ങളിൽ അൽ ഹിലാൽ വിട്ടേക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നെയ്മറോ അൽ ഹിലാലോ ഇതുവരെ ഒഫീഷ്യലായിട്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ലെക്യുപ്പും പിന്നെ ഈവൻ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു താരത്തിനായിട്ട് MLS ക്ലബ്ബുകൾ രംഗത്തുണ്ട്. അത് ചിക്കാഗോ ഫയറും ഇന്റർ മയാമിയും അടക്കമുള്ളവർ താരത്തിനായിട്ട് രംഗത്തുണ്ട് എന്നാണ്. ഇന്റർ മയാമിയുടെ ഹെഡ് കോച്ചായിട്ടുള്ള ഹാവിയർ മഷറാനോ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു, നിലവിലെ സാഹചര്യത്തിൽ സാലറി ക്യാപ്പിന്റെ വിഷയം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നെയ്മറെ എത്തിക്കാൻ കഴിയില്ല എന്നത് പോസിബിൾ അല്ല എന്ന്. പക്ഷേ അങ്ങനെ പോസിബിൾ ആവണമെങ്കിൽ ഇന്റർ മയാമി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. ആദ്യമായിട്ട് നെയ്മർ എത്തിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടത് അവരുടെ റോസ്റ്ററിലുള്ള ഒരു ഡെസിഗ്നേഷൻ അണ്ടർ 22 നിന്ന് ഡെസിഗ്നേറ്റഡ് പ്ലെയർ എന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം. അത് അങ്ങനെ മാറ്റിയെടുക്കാൻ അവർക്ക് ഫെബ്രുവരി 21 വരെ സമയമുണ്ട്. സോ സ്റ്റിൽ ടൈം ഉണ്ട് എന്നർത്ഥം. മസ്റ്റ് ചേഞ്ച് ഹിസ് റോസ്റ്റർ ഡെസിഗ്നേഷൻ ഫ്രം അണ്ടർ 22 ടു ഡെസിഗ്നേറ്റഡ് പ്ലെയർ. അപ്പൊ അങ്ങനെ ഡെസിഗ്നേറ്റഡ് പ്ലെയർ എന്ന രൂപത്തിലേക്ക് അത് മാറ്റിയെടുക്കണം. ഡെസിഗ്നേറ്റഡ് പ്ലെയർ എന്നുള്ള ഡെസിഗ്നേഷൻ 3 താരങ്ങൾക്കാണ്. ഒരു ഫ്രാഞ്ചൈസിയിൽ 3 താരങ്ങൾക്ക് മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഇപ്പൊ മെസ്സി അവിടെ ഡെസിഗ്നേറ്റഡ് പ്ലെയർ ആയിട്ടുണ്ട്. ബുസ്കിറ്റസ് അതുപോലെ ഡെസിഗ്നേറ്റഡ് പ്ലെയർ ആയിട്ടുണ്ട്. ഇനി ഒരു താരത്തെ കൂടി വേണമെങ്കിൽ അവർക്ക് വെക്കാം. മെയ്ബി നെയ്മർ ആ രൂപത്തിലേക്ക് അവർക്ക് എടുക്കാവുന്നതാണ് എന്നർത്ഥം. ഇപ്പം ഈ പ്രൊസീജിയർ അവർ ചെയ്തു കഴിഞ്ഞാൽ ഇന്റർ മയാമിക്ക് only have 3 players under 22 ഇനീഷ്യേറ്റീവ്. അങ്ങനെ വരുമ്പോൾ 3 താരങ്ങൾ മാത്രമേ അണ്ടർ 22 ഇനീഷ്യേറ്റീവിൽ വെക്കാൻ പറ്റൂ. ദെർഫോർ അവര് ഒരു താരത്തെ വിൽക്കേണ്ടി വരും. അതായത് ക്രമാഷി, ആവിലസ്, റെഡോണ്ടോ ഓർ ഫെക്കുണ്ടോ ഫാരിയസ്, ഇതിൽ ഒരാളെ അവർക്ക് ഒഴിവാക്കേണ്ടി വരും. ഇത്രയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നെയ്മറെ അവർക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് നെയ്മർ ജൂനിയർ ഒരു വലിയ രൂപത്തിലുള്ള ഫൈനാൻഷ്യൽ സാക്രിഫൈസ് ഈ ട്രാൻസ്ഫർ നടക്കാൻ വേണ്ടി ചെയ്യേണ്ടി വരും. അപ്പൊ അതിൽ എന്തൊക്കെ സംഭവിക്കും, നെയ്മർ മയാമിയിലേക്ക് എത്തുമോ, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.